ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അഭയമരിയ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 1-ാം തിരുവചനം. ഈ വചനം ലാസറിന്റെ മരണവും ഉയർപ്പുമാണ് എങ്കിലും നമ്മൾ ഈ വചനവുമായി ഇന്ന് താരതമ്യം ചെയ്യുമ്പോൾ, ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ, മനുഷ്യന്റെ പ്രവൃത്തികളെ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളൊക്കെ വായിച്ചങ്ങ് പോകും. ലാസറിന്റെ മരണവും മരണത്തിന് ശേഷം അഴികെ ലാസറിനെ ഉയർപ്പിച്ച കർത്താവിനെയും ഒക്കെ. പക്ഷേ അതിനെ ഒന്ന് വിലയിരുത്തി മനുഷ്യൻ നോക്കിയാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അവൻ പഠിക്കാനുണ്ട് ഇന്നത്തെ ജീവിതത്തിൽ. കാരണം കൂടുതലായി പ്രാർത്ഥിക്കുന്ന നമ്മളിലൊക്കെ ഉണ്ടാകുന്ന പല വീഴ്ചകളും, നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിൽ ഉണ്ടാകുന്ന പല തകർച്ചകളും, ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാത്ത അവസ്ഥകളും, ചിലപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല ഭാഗങ്ങളും നേടുകയും ചില ഭാഗങ്ങളിൽ എന്നും വീഴ്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വിശകലനം ചെയ്യാനും അത് മനസ്സിലാക്കാനും ആഴത്തിൽ ദൈവികതയിൽ ചിന്തിക്കാനും ഒക്കെ പറ്റിയ ഒരു ഭാഗമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. ഞാനിത് പറയാൻ കാരണം, അവിടെ ലാസർ രോഗിയായി മരണാവസ്ഥയോട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആളെ വിട്ട് കർത്താവിൻ്റെ അടുക്ക പറയിക്കുന്നുണ്ട്. കർത്താവെ, അവൻ മരിച്ചു പോവും, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്, നീ വന്നാൽ അവനെ സൗഖ്യമാക്കാം എന്ന്. രോഗിയാണെന്ന്. അപ്പൊ കർത്താവ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇത് മരണത്തിലേക്കുള്ള യാത്രയല്ല ലാസറിന്റെ, പ്രത്യുത ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉള്ളതാണ് എന്ന്. അപ്പൊ ഒരേ സമയത്ത് ഈ മരണത്തിലൂടെ എന്തെല്ലാം സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഒരേ സമയം ലാസർ ഉയർപ്പിക്കപ്പെട്ടു, അതിന്റെ കൂടെ തന്നെ ശിഷ്യന്മാരൊക്കെ ശക്തി പ്രാപിക്കുകയും ചെയ്തു. കാരണം എന്താണ്? കർത്താവിന്റെ മഹത്വങ്ങളും കർത്താവിന്റെ പ്രവൃത്തികളും കർത്താവാണ് എന്ന ശക്തമായ വെളിപ്പെടുത്തലുകൾക്കും ഒക്കെ ആ ഒരു മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും എല്ലാം വഴിതെളിച്ചു. അപ്പൊ ഒരേ സമയം മനുഷ്യ ജീവിതത്തിലെ മനസ്സിലാക്കേണ്ട പ്രവൃത്തികളും ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തികളും ഒന്നിച്ചു നടക്കുന്നു. ഇത് രണ്ടും ദൈവ മഹത്വത്തിനുള്ള പദ്ധതിയാണെന്ന് ദൈവം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ആളയച്ചപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് പോകാതിരിക്കുന്ന ആ ഒരു പദ്ധതി അവിടെ ഉണ്ടായത്. ആ മരണവും മരണാനന്തര ജീവിതവും രണ്ടും ദൈവത്തിന്റെ രണ്ട് രീതിയിലുള്ള മഹത്വത്തിന് വേണ്ടിയാണ് എന്ന് ദൈവത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു, അല്ലേ? അപ്പം അപ്പോൾ നമ്മളൊരു മനുഷ്യരാണ്. ഇപ്പൊ തമ്പുരാനോട് ചോദിക്കുമ്പോൾ, പല കാര്യങ്ങളും ചോദിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നു, ചില കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു, ചില പ്രശ്നങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നു. ചിലപ്പോൾ ചിലതൊക്കെ പരിഹരിക്കപ്പെടുമെങ്കിലും കുടുംബത്തിൽ ഒന്നിനും പൂർത്തീകരണം കിട്ടാത്ത ജീവിതം. ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ചില പദ്ധതികളുടെ പുറത്താണ് വെളിപ്പെടുത്തുന്നത്. ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിം ഫാമിലി, ആ ഫാമിലിയുടെ ഒരു ജീവിതത്തിൽ അവരുടെ ഒത്തിരി വീഴ്ചകളുടെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവം അവരെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു വലിയ സ്ഥാപനം ഉണ്ട്, ഒരു ഫാക്ടറി. അപ്പൊ അതൊരു മുസ്ലിം ഏരിയയ്ക്ക് അകത്താണ്, ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന കോളനിയാണെന്ന് വെച്ചാൽ കോളനിയല്ല, എന്നാൽ അങ്ങനെയുള്ള ഒരു മേഖലയിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഫാക്ടറിയിൽ നിന്ന് അവർക്ക് യാതൊരു വക എന്നും പ്രശ്നങ്ങളാണ്, എന്നും മിഷനറി കംപ്ലൈന്റ്, എന്നും മോട്ടോർ കംപ്ലൈന്റ്, സർവ്വ സാധനങ്ങൾ കംപ്ലൈന്റ്. വിറ്റ് കളയാമെന്ന് വെച്ചാൽ വിൽക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു രീതിയിലും കച്ചവടം നടക്കില്ല, കച്ചവടം വന്ന് അടുക്കും തെന്നിപ്പോ, അങ്ങനെ മൊത്തം പ്രശ്നങ്ങൾ, എന്നും പണിയാണ്. അപ്പൊ ഇങ്ങനെയായി അവർ മടുത്തു കഴിഞ്ഞപ്പോൾ, ഞാനും നമ്മുടെ ശുശ്രൂഷയുള്ള കുടുംബമാണ്, ആ കുടുംബമായിട്ട് നല്ല ബന്ധമാണ്, 5-6 വർഷങ്ങളായിട്ട് അവർ ഇപ്പോൾ ഈ ശുശ്രൂഷയുള്ളവരാണ്. അപ്പൊ അവരൊരു ദിവസം എന്നോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞപ്പം എനിക്ക് അവിടം വരെ പോകണം എന്നൊരു മെസ്സേജ് കിട്ടി. അങ്ങനെ കുറച്ച് നാൾ നീണ്ടു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആത്മാവിൽ ചില സന്ദേശങ്ങൾ കിട്ടി, ഇന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കണം, ഇന്ന പോലെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ മേഖലകളിൽ പ്രാർത്ഥിക്കാനും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ചുറ്റുവട്ടം മുഴുവൻ ആൾക്കാരാ, പണിക്കാര്, തോട്ടം. അപ്പൊ വലിയ പ്രശ്നങ്ങളുണ്ട്, ക്രൈസ്റ്റ് ഉള്ള ഒരു ഏരിയയാണ്. ശരി, കർത്താവിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ വലിയ ഗിമിക്കുകൾ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പയ്യെ സൈഡ് കയറുന്ന ഒരു സ്ഥലത്ത് പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിന്ന് കുരിശും പിടിച്ച് കയ്യിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ചില കാര്യങ്ങളും വ്യക്തമായി. അതെല്ലാം കഴിഞ്ഞ് ഫാക്ടറിക്ക് അകത്തും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി ഇവിടെ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോന്നു. അവിടെ ഒരു പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊരു മുസ്ലിം ഫാമിലി ആണെങ്കിലും അവരുടെ ദൈവത്തിലുള്ള വിശ്വാസം, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലുള്ള വിശ്വാസം, അതൊക്കെ അവരെ ഞാൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ എപ്പോഴും അതിൽ വലിയ ആഴം പ്രകടിപ്പിക്കുന്നവരായിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസത്തിന്റെ ആഴവും അവിടെ വലിയ പ്രസക്തമാണ് ഇതിനകത്ത്.
അപ്പൊ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി കാര്യം നടക്കണം, പക്ഷെ വിശ്വാസത്തിന്റെ ആഴം വളരെ ചുരുക്കമായിരിക്കും. അപ്പൊ ആ കാര്യം നടക്കാനുള്ള സമയത്തുള്ള കരച്ചിലും ദുഃഖങ്ങളും മാത്രമേ കാണുള്ളൂ. അപ്പൊ ഈ വിഷയങ്ങളോട് പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞു, ഭംഗിയായി ആ കമ്പനി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ കമ്പനി പിന്നീട് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, ആ കമ്പനി വിറ്റു, എല്ലാം കഴിഞ്ഞു. എന്നാലും പിന്നീട് അങ്ങോട്ടുള്ള യാത്രകളിൽ ചില ബുദ്ധിമുട്ടുകൾ ആ കുടുംബങ്ങളിൽ കടന്നു വരാൻ തുടങ്ങി. കാരണം വെച്ചാൽ അവരുടെ ഭാവിയിലുള്ള കുഴപ്പങ്ങളല്ല, അവരുടെ മക്കളുടേതായ കുടുംബ ജീവിതത്തിൽ 2 പിള്ളേർ മാത്രമേ ഉള്ളൂ, 2 പെൺകുട്ടികൾ. അവരുടെ ജീവിതത്തിനകത്ത് പല വീഴ്ചകളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ കടന്നു വരാൻ തുടങ്ങി. അപ്പോൾ പലപ്പോഴും അതിന് പറഞ്ഞു വരുന്ന കാര്യം, ദൈവത്തിന്റെ പദ്ധതികൾ ദൈവം വെളിപ്പെടുത്തേണ്ട സമയത്ത് ദൈവത്തിന് ചില പദ്ധതി ഉള്ളപ്പോൾ മാത്രമേ അത് ചിലതും പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ എന്നുള്ള സത്യം മനുഷ്യൻ ബോധ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇവർ പലപ്പോഴും ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് ചർച്ച ചെയ്യുമ്പോഴൊന്നും അങ്ങനെ ഒരു ഓപ്പണിങ് അതിന് കിട്ടുന്നില്ല. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളിൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് പോകേണ്ടതായ ഒരു സാഹചര്യം വന്നുകൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ കാര്യം എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ വിഷയം അവരെന്നോട് പറഞ്ഞു. ഈ കുട്ടികളെ വിവാഹം കഴിച്ചു പോയ ഭർത്താക്കന്മാരിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, അവര് പുറത്തു പോകുമ്പോൾ പെരുമാറുന്ന വ്യക്തികളോട് പെരുമാറുന്ന ചില രീതികൾ, ഇത് രണ്ടും കൂടി പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അന്നേരം അവർ ഒന്ന് രണ്ട്, ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു അത് നിർത്താൻ പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നു. ആ കുടുംബത്തിന്റെ, ഈ പിള്ളേരുടെ അച്ഛന്റെ കുടുംബത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാനായിട്ട് ദൈവം ഒരു വഴിയൊരുക്കി ആത്മാവിലൂടെ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഈ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങളുമായിട്ട് വലിയ വിഷയങ്ങളുള്ളവർ, ആങ്ങളെയോ പെങ്ങളോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ സാമ്പത്തികമായ മേഖലകളും നിങ്ങളുടേതായ ഉയർച്ചകളിലും ബുദ്ധിമുട്ടുകളിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ. അപ്പൊ അവർ പറഞ്ഞു ഉണ്ട്, ഇന്ന പോലൊരു വ്യക്തി. അപ്പൊ ആ ഒരു മേഖലയിലേക്കാണ് ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇവര് ഭയങ്കര വിഷയമാണ്, ഇവരുടെ ഉയർച്ചകളും ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും കൊടുത്തതിലും കിട്ടിയതിലും ഒക്കെ പ്രശ്നങ്ങളാണ് മൊത്തം. പക്ഷെ ഇദ്ദേഹം ഒരു വളരെ ഡീസന്റ് ആയ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും പാലിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഈ കാണിച്ച വ്യക്തിയുടെ കുടുംബത്തിലെ ജീവിതവും വളരെ മോശമായ ഒരു അവസ്ഥയാണ്. കാര്യം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന മനുഷ്യർക്ക് ഈ അമിതമായ സമ്പത്തിനോടും അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളോടും, സ്വന്തം സഹോദരങ്ങളാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്റെ കുടുംബം പോലും തൻ്റെ കുടുംബത്തെക്കാളും മുകളിലേക്ക് പോകുന്നതും ഒക്കെ സഹിക്കാൻ പറ്റാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഇടയ്ക്കുമുണ്ട്, മറ്റുള്ളവരുടെ ഇടയിലുമുണ്ട്. ഒട്ടും എന്ന് പറഞ്ഞാൽ വെറുതെക്കാരന്റെ കുടുംബം രക്ഷപ്പെടുന്നവന് പ്രശ്നമില്ല, പക്ഷെ സ്വന്തം സഹോദരന്റെ കുടുംബം തന്റെ കുടുംബത്തെക്കാൾ ഉയർച്ചയിലേക്ക് പോകുന്നത് കാണാൻ സഹിക്കാൻ പറ്റില്ലാത്തവർ, ഉൾക്കൊള്ളാൻ പറ്റാത്തവർ ഒക്കെ ഒത്തിരി പേരുണ്ട്. അങ്ങനത്തെ ഒരു പൊസിഷനും കാര്യങ്ങളും ഒക്കെ ഈ കുടുംബവുമായിട്ടുള്ള ഒരു ഇതിനകത്ത് കുറെ വിഷയങ്ങളുണ്ട്. അപ്പൊ ആ മേഖല കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, 3-4 വർഷമായി ശുശ്രൂഷയിൽ ഒത്തിരി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രവൃത്തികൾ ഒക്കെ നടന്ന കുടുംബം, അതിലൂടെ അവർ കരകയറി നിലനിൽക്കുന്ന കുടുംബം. ഈ 3-4 വർഷത്തെ ബന്ധങ്ങൾക്ക് ശേഷം ആണ് ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ബ്ലോക്കുകൾക്കും കാരണമാകുന്ന ഒരു മേഖലയിലേക്ക് ദൈവം നമ്മളെ നയിച്ചത്. അപ്പോൾ അവര് തന്നെ എന്നോട് ഇങ്ങോട്ട് പറയും, ഇത്രയും നാൾ ബ്രദർ ഇവിടെ വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഈ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചപ്പോഴും അത് പറയാൻ പറ്റിയിട്ടില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല, ആ മേഖലയിലേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ബ്രദറെ, ദൈവത്തിന് ഇതിന്റെ പുറകിൽ ഒരു പദ്ധതി ഉണ്ട്, അതുകൊണ്ടാണ് ദൈവം ഇന്ന് ഇത്രയും വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയത് എന്ന് ഞാൻ അവരെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയല്ലേ അതേന്നു അപ്പം പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇനി മുതൽ ഇവിടെ നമുക്ക് മാറ്റം സൃഷ്ടിക്കാൻ പറ്റും. അതിന് ഞാൻ ചില പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ ആ കുടുംബത്തെയും ഇവരുമായിട്ട് ബുദ്ധിമുട്ടുള്ള ആ മേഖലകളെയൊക്കെ ഇങ്ങ് കർത്താവിന്റെ നാമത്തിൽ അതെങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മേഖലയിലേക്ക് കടന്നു. ഞാനത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, 1 മാസം കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ ഈ കാണുന്ന മേഖലകളിൽ വരുന്നു, അവിടെ മുതൽ നമുക്കറിയാം ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടേതായ ഉയർച്ചകളൊക്കെ മന്ദീഭവിച്ചു പോകുന്നതിന് കാരണമായ മേഖലകളിൽ എങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു കണ്ടോളാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കാലത്തെ ദൈർഘ്യത്തിന് ശേഷമാണ് ദൈവം വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മേഖല ഓപ്പൺ ചെയ്യുന്നത്. മനുഷ്യൻ കിടന്ന് വെപ്രാളപ്പെട്ടാലോ, മനുഷ്യൻ അതിപ്പോൾ തന്നെ ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞാലോ, ആ മെസ്സേജ് എനിക്ക് തരണമെന്ന് പറഞ്ഞാലോ, ആ സന്ദേശം എനിക്ക് തരണമെന്ന് പറഞ്ഞാലോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അങ്ങനൊന്നും അല്ലത്. ചില കാര്യങ്ങളൊക്കെ ദൈവം വെളിപ്പെടുത്തി, ചില കാര്യങ്ങൾക്ക് കാലതാമസം വരുന്നതിനാന്ന് വെച്ചാൽ, ഇപ്പൊ 4-5 വർഷത്തോളം ഈ ശുശ്രൂഷയും ദൈവത്തെയും അറിഞ്ഞ് വിജാതീയരായ ഈ മനുഷ്യർ ജീവിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ ആഴവും ശക്തിയും ദൃഢപ്പെടുത്തിക്കൊണ്ട് അവരെ ദൈവത്തിൽ നിലനിർത്തേണ്ട കാലഘട്ടങ്ങളിൽ അവർ ശക്തരാകുന്നതിന് വേണ്ടിയാണ് പലതിലും കാലദൈർഘ്യവും താമസവും ഒക്കെ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു വരാൻ കാരണം, നമ്മളിപ്പോൾ എത്ര സിമ്പിളായിട്ട് ഈ ഒരു വചനം വായിച്ചു കളയും അല്ലേ? അപ്പോൾ ഈ വചനത്തിനകത്ത് ഈ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ദൈവത്തിന്റെ മഹത്വം അതാത് കാലഘട്ടങ്ങളിൽ ദൈവം പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നടക്കുന്ന ചില പദ്ധതികളുടെ ഭാഗം അന്നും ഇന്നും മനുഷ്യരുടെ ഇടയിൽ നടക്കുന്നു എന്ന് മനുഷ്യന് ബോധ്യമാകാനോ, മനുഷ്യനത് ബോധ്യമാക്കി കൊടുക്കുവാനോ ആത്മാവിൽ ദർശനമുള്ള എല്ലാ മനുഷ്യർക്കും കഴിയും എന്ന് ഞാൻ ഇന്നും പറയുന്നു.
ഒരു വിഷയം ഉണ്ടായാൽ അതിന് കാലതാമസം വന്നാൽ ആ കാലതാമസത്തിന് ഒരു പദ്ധതി കാണും. ആ പദ്ധതി എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് അവർ നിലനിർത്തി കഴിഞ്ഞാൽ അവർ ഭംഗിയായി പോയി. 4-5 വർഷവും ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബം. കാരണം ദൈവത്തിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വിജാതീയരായ ഒരു ഭവനത്തെ എങ്ങനെ കരുതലോടെ കൊണ്ടുപോകണം എന്ന ഉത്തമ ബോധ്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവരെ ആ രീതിയിൽ തന്നെയാണ് പ്രൊട്ടക്ട് ചെയ്തു പോകുന്നത് തമ്പുരാനിലൂടെ. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിലൂടെ അവർക്ക് കിട്ടുന്നതാണ് അവർ ഇന്നും ശക്തമായി നിലനിൽക്കുന്നത്. അവർ ഇതിനൊക്കെ മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ഭവനം മേടിക്കണമെന്ന് പറഞ്ഞു, സിറ്റിക്കകത്ത് തന്നെ. ആ ഭവനം മേടിക്കാൻ ഒരു പ്ലാൻ ഇട്ട സമയം തന്നെ അവർ എന്നോട് പറഞ്ഞു, ബ്രദറെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ഭവനം ഒത്തു വന്നു. ആ ഭവനം മേടിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ഒന്ന് വന്ന് നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ പോയി നോക്കി, കൊള്ളാം. ആ ഭവനം എടുത്തു. ആ ഭവനത്തിലാണ് അവരുടെ ഒരു ഫാമിലി ഇന്ന് താമസിക്കുന്നത്. ഞാനത് മുഴുവനായിട്ട് വ്യക്തപ്പെടുത്താത്ത അത്രയൊക്കെ മതി. അപ്പോൾ ഒരു ഫാമിലി താമസിക്കുന്നത്. അപ്പൊ അത്രയും ഭംഗിയായിട്ട് അത് പരിവർത്തനപ്പെടുത്താൻ ഒരു വിജാതീയന് കഴിയുന്നു. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് പലപ്പോഴും കഴിയാറില്ല. കാരണം എന്താ പറയുക, നമ്മളൊരു പറവകളെ പോലെയാ. എതിലെയൊക്കെ പായണമെന്ന് അവിടെ ഇവിടെയൊക്കെ കാണുന്നതിന്റെ എല്ലാം പുറകെ അത് അങ്ങനെ അത്ഭുതം, ഇങ്ങനെ അത്ഭുതം, അവിടെ വചനം പറയുന്നു, ഇവിടെ ഇങ്ങനെ അങ്ങ് പായുകയാണ്. യഥാർത്ഥമായ വിശ്വാസത്തിൽ നിന്നും വിശ്വാസ ആഴത്തിൽ നിന്നും പലപ്പോഴും നമ്മളെ വ്യതിചലിപ്പിക്കുകയാണ് പലതും. കാരണം എന്താണ്, അതിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു നമ്മളെന്ന് പറയുന്ന വ്യക്തിയും നമ്മൾ നിക്ഷേപിച്ച ആത്മാവിന്റെ ശക്തിയും തിരിച്ചറിയാൻ കഴിയാത്ത പ്രേയറുകളും പ്രാർത്ഥനകളിലേക്കും നമ്മൾ നീങ്ങാത്തതും നമ്മളുടെ അമിതമായ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നമ്മളെ കീഴ്പ്പെടുത്തുന്നവർക്ക് ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നതുമാണ് ശരിയായ സത്യം. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ് ദൈവത്തിന്റെ പദ്ധതികൾ ഓപ്പൺ ചെയ്യുന്നത്. അതിനാദ്യം വേണ്ടത് എവിടെയാണ്, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ പൂർത്തീകരണവും വിശുദ്ധീകരണത്തിൽ നിന്നേ തുടങ്ങുള്ളൂ. പക്ഷെ അതിനുള്ള മനസ്ഥിതി, അതിനുള്ള എളിമ, അതിനുള്ള വിട്ടുവീഴ്ച, അതിനുള്ള സമയം, അതിനുള്ള കാത്തിരിപ്പ്, ഇതെല്ലാം ആവശ്യമാണ്. ദൈവം ചുമ്മാ അത്ഭുതം വാരി വിതറി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ല മനുഷ്യർക്കല്ല. അങ്ങനെ ഒരു പണി നമ്പുരാനേ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ദൈവം വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. നാട് മുഴുവൻ നടന്ന അത്ഭുതം പ്രവർത്തിക്കുകയല്ലായിരുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് എവിടെയാണ്? അപ്പൊ 10 പേര് മരണത്തിന്റെ വക്കി നിൽക്കുന്ന രോഗികൾ ഉണ്ടെങ്കിൽ അതിൽ 2 പേരായിരിക്കും ചിലപ്പോൾ ഈ ഭൂമിയിൽ തിരിച്ചു വിളിക്കപ്പെടുന്നതും നിലനിർത്തപ്പെടുന്നതും. അതിന്റെ പുറകിൽ ഒരു പദ്ധതി ഉണ്ടാവും. എല്ലാവരെയും ഒന്നുമല്ല. അപ്പൊ മരിക്കുന്ന മനുഷ്യനോ നഷ്ടപ്പെട്ടു പോവുകയല്ല. അവന് പ്രാർത്ഥന ആവശ്യം. അവന്റെ ആത്മാവ് ശക്തിപ്പെട്ട് അവൻ ദൃഢതയുള്ളവനായി ശക്തനായി അവൻ തിരിച്ചു പോകുന്ന പേടിയും ഭയത്തോടെയല്ല. അതിനാണ് പ്രാർത്ഥന. അല്ലാതെ എല്ലാവരും നിലനിർത്താനല്ല പ്രാർത്ഥന. നിലനിർത്തേണ്ടത് ഏതും നിലനിർത്തേണ്ടാത്ത ഏതാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ടാവും. ദൈവത്തിന് അതിന് വ്യക്തതയും കാണും. ദൈവം സംസാരിക്കുകയും ചെയ്യും മനുഷ്യനോട്. ഒരു സംശയം ആർക്കും വേണ്ട. ആത്മാവിൽ അത് നിലനിൽക്കുമെന്നും അതിന് ഇന്ന കാര്യമുണ്ടെന്നും പറയും. ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ആ രീതിയിൽ നിലനിൽക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സുവിശേഷ ഭാഗം ഒന്നെടുത്തിട്ട് ചുമ്മാ വിലയിരുത്തിയിട്ടൊന്ന് വായിക്കുക. ചുമ്മാ ഈ പണ്ടാരാണ്ട് പറഞ്ഞ മാതിരി കന്നാലി കയറ് ഊരി വിടുന്നത് മാതിരി അല്ലാതെ വചനത്തിൻ്റെതായ രീതിയിൽ ആത്മാവിൽ നിറഞ്ഞു വായിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ അവിടുത്തെ ആത്മാവിൽ എനിക്ക് ബോധ്യം തരണമേ എന്ന നിറവോടെ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ എല്ലാ വചനത്തിൽ നിന്നും നിങ്ങൾക്കും പലതും തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ അങ്ങനെ വേണം വചനം വായിക്കാൻ. സമയം കളയാനും കടമ്പ കടത്താനും വേണ്ടി വചനം വായിക്കരുത്. ഒരു വചനം തീർക്കണം എന്ന രീതിയിൽ ആത്മാവ് സംസാരിച്ചാൽ മാത്രമേ വചനം വിവേചിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. ആത്മാവ് എല്ലാവരും സംസാരിക്കും. നമ്മുടെ കുറവുകൾ മാറ്റി നിർത്തി നമ്മൾ ആത്മാവിനായി ദാഹിക്കുകയും വചനം ഉൾക്കൊള്ളാൻ വേണ്ടി ദാഹിക്കുകയും ചെയ്താൽ നമുക്കെല്ലാം വചനത്തിൽ നിന്ന് വിവേചനമായി ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കൃപ ദൈവം തരും. പ്രിയപ്പെട്ടവരെ, ഈ അർത്ഥത്തിൽ നമ്മുടെ കുറവുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒന്ന് കണ്ണടയ്ക്കാം. കർത്താവായ ദൈവമേ, ഈ വചനം ശ്രവിക്കുകയും ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളിലും വ്യക്തികളിലും കർത്താവെ അവിടുത്തെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് വചനം വായിക്കുമ്പോൾ അത് ഗ്രഹിക്കുവാനും അതിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനും അതിലൂടെ തിരിച്ചറിവ് നേടി വചനത്തിൽ ആഴപ്പെട്ടുകൊണ്ട് വചനത്തിന്റെ അർത്ഥത്തിൽ ലോകത്തിലും ലോക ജീവിതത്തിലും എന്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഓരോ വ്യക്തികളും ജീവിക്കണം എന്ന കൃപ കൊടുക്കുവാനായി കർത്താവ് ഈ നിമിഷം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ തിരുരക്തം കൊണ്ട് വചനം ഈ അർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിറയുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുന്ന എല്ലാ മക്കളിലേക്കും കർത്താവെ നിന്റെ കൃപയെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുരക്തം കൊണ്ട് അവർ അഭിഷേകം ചെയ്യണമേ കർത്താവെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ.